നമസ്കാരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന SUV ആണ് ഹ്യുണ്ടൈ ക്രെറ്റ. ഇതിനൊരു എതിരാളി ഉണ്ടെങ്കിൽ അത് ടാറ്റ നെക്സൺ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരേ സെഗ്മെന്റിൽ അല്ല മത്സരമെങ്കിലും വിൽപ്പനയുടെ കാര്യത്തിൽ ഇത്രയും കേമനായിട്ടുള്ളത് ടാറ്റയുടെ കോമ്പാക്ട് SUV തന്നെയാണ്. പെട്രോൾ, ഡീസൽ, ടർബോ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളിൽ ഇതുവരെ വാങ്ങാൻ പറ്റിയിരുന്ന ക്രെറ്റ ഇനി വൈദ്യുത വേഷത്തിലാകും ആളുകൾക്ക് മുന്നിലെത്താൻ പോകുന്നത്. കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ടീസർ വീഡിയോ പങ്കുവച്ചിട്ട് ഹൈപ്പ് കൂട്ടിയിരിക്കുകയാണ് ഹ്യുണ്ടൈ ഇപ്പോൾ. ഇതിൽ വരാനിരിക്കുന്ന EV മോഡലിന്റെ റേഞ്ചും പെർഫോമൻസും ബാറ്ററിയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം കമ്പനി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം എക്സ്റ്റീരിയറിന്റെ പൂർണ്ണ കാഴ്ചയും ആളുകളിലേക്കും എത്തിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഡിസൈനിലേക്ക് നോക്കിയാൽ ICE എഞ്ചിൻ മോഡലിന് സമാനമായ രൂപകൽപ്പന തന്നെയാണ് EV-യിലും നിലനിർത്തിയിരിക്കുന്നത്. പക്ഷേ വൈദ്യുത പതിപ്പിന്റേതായ ചില നവീകരണങ്ങളും പുറത്ത് കാണാൻ സാധിക്കും. മുൻവശത്തെ ഗ്രില്ലിന് പകരം ക്ലോസ്ഡ് സ്റ്റൈലിലുള്ള ഫ്രണ്ട് ഫേസ് ആണ് ഹ്യുണ്ടൈ ക്രെറ്റ EV-യിൽ നൽകിയിരിക്കുന്നത്. മുൻവശത്തെ ഗ്രില്ലിന് പകരം ക്ലോസ്ഡ് സ്റ്റൈലുള്ള ഫ്രണ്ട് ഫേസ് ആണ് ഹ്യുണ്ടൈ ക്രെറ്റ EV-യിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ മധ്യഭാഗത്തായി ചാർജിംഗ് പോർട്ടും പുതിയൊരു ഫ്രണ്ട് ബമ്പറും കൂടി കമ്പനി കൊടുത്തിരിക്കുന്നത് പ്രായോഗികതയും സ്റ്റൈലും ഒരുപോലെ നൽകുന്നുണ്ട്. ഇനി വശക്കാഴ്ച, അതായത് സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ പെട്രോൾ, ഡീസൽ മോഡലുകൾക്ക് സമാനമായ രൂപമാണ് ഇലക്ട്രിക് SUV-യിലും കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിരുന്നാലും EV-ക്ക് 17 ഇഞ്ച് വലിപ്പമുള്ള എയറോ അലോയ് വീലുകളാണ് കമ്പനി സമ്മാനിച്ചിരിക്കുന്നത്. പിന്നിൽ അതേ ടെയിൽ ലൈറ്റുകൾ നിലനിർത്തിക്കൊണ്ട് പുതിയൊരു ബമ്പർ കൊടുക്കാനും ഹ്യുണ്ടൈ തീരുമാനിക്കുകയായിരുന്നു. എക്സിക്യൂട്ടീവ്, സ്മാർട്ട്, പ്രീമിയം, എക്സലൻസ് എന്നിങ്ങനെ 4 വേരിയന്റുകളിലാകും ക്രെറ്റ EV വിപണിയിലെത്തുക. ഒപ്പം 8 മോണോടോണുകൾ, 3 മാറ്റ് നിറങ്ങൾ എന്നിവ ഉൾപ്പെടെ 2 ഡ്യുവൽ ടോൺ കളർ ഓപ്ഷനുകളും ഇലക്ട്രിക് SUV-ക്ക് മാറ്റാക്കാനായി എത്തും. എക്സ്റ്റീരിയർ പോലെ തന്നെ ഇന്റീരിയറും ഏറെക്കുറെ സമാനമാണ്. ഫീച്ചറുകളും സമാനമായിരിക്കുമെന്ന് കരുതാൻ പാടില്ല. അതായത് EV-യെ കളറാക്കാൻ ചില അധിക സവിശേഷതകൾ വാഹനത്തിൽ ഒരുക്കുന്നുണ്ട് എന്നാണ് വിവരം. ICE മോഡലിൽ കാണുന്നത് പോലെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനും വേണ്ടിയുള്ള ഡിജിറ്റൽ ഡ്യുവൽ സ്ക്രീൻ സജ്ജീകരണം, ലെതറൈസ്ഡ് ഡാഷ്ബോർഡ്, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ വഴിയുള്ള വയർലെസ് കണക്ടിവിറ്റി ഫീച്ചർ എന്നിവയെല്ലാം തന്നെ ഇലക്ട്രിക് SUV-യിലും ഉണ്ടാകും. ഇലക്ട്രിക് പാനോരമിക് സൺറൂഫ്, പുതിയ ഗിയർ സെലക്ടർ, ലെവൽ 2 ADAS, ബ്ലൈൻഡ് സ്പോട്ടുകൾ കണ്ടെത്തുന്നതിനുള്ള 360 സറൗണ്ട് വ്യൂ ക്യാമറ എന്നിവയാണ് വരാനിരിക്കുന്ന ഹ്യുണ്ടൈ ക്രെറ്റ ഇലക്ട്രിക്കിന്റെ മറ്റ് പ്രധാന ഹൈലൈറ്റുകൾ. ഇവ കൂടാതെ ഹ്യുണ്ടൈ അൽക്കാസാറിനൊപ്പം കണ്ട ഡിജിറ്റൽ കീയും ക്രെറ്റ EV-യിൽ ഉണ്ടാകും. മികച്ച റേഞ്ച് കാര്യക്ഷമതയ്ക്കും അതുപോലെ തന്നെ വെഹിക്കിൾ ടു ലോഡ് പ്രവർത്തനക്ഷമത്തിനും മുൻ ബമ്പറിൽ ആക്റ്റീവ് എയർ ഫ്ലാപ്പുകളും ക്രെറ്റയിൽ ഒരുക്കിയിട്ടുണ്ട്. വായുപ്രവാഹം നിയന്ത്രിക്കുന്നതിനും വാഹന ഘടകങ്ങളെ തണുപ്പിക്കുന്നതിനും എയറോഡൈനാമിക് പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിനുമാണ് ആക്റ്റീവ് എയർ ഫ്ലാപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വൈവിധ്യമാർന്ന ഡ്രൈവിംഗ് സാഹചര്യങ്ങളും പൊരുത്തപ്പെടാൻ കഴിയുന്ന 42 kW, 51.4 kWh എന്നിങ്ങനെ ബാറ്ററി പാക്കുകളാണ് വാഹനത്തിനുള്ളത്. ഹ്യുണ്ടൈ ക്രെറ്റ EV-യുടെ 42 kWh ബാറ്ററി പാക്ക് വേരിയന്റിന് ഒറ്റ ചാർജിൽ 390 km റേഞ്ച് നൽകാനും പ്രാപ്തമായിരിക്കും. സിംഗിൾ ചാർജിൽ ഏകദേശം 473 km റേഞ്ച് ആയിരിക്കും 51.4 kWh വേരിയന്റുകളിൽ ഉണ്ടാവുക. എന്നാൽ യഥാർത്ഥ റോഡ് സാഹചര്യങ്ങളിൽ റേഞ്ച് 392 km ആയി മാറുമെന്നും ടീസർ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ചാർജിങ്ങിന്റെ കാര്യത്തിലും ആള് ചില്ലറക്കാരനല്ല. എന്തായാലും കാത്തിരുന്ന് കാണാം ക്രെറ്റ ഏതൊക്കെ രീതിയിൽ നമ്മൾ അത്ഭുതപ്പെടുത്താൻ എത്തുമെന്ന്.